നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 8. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ ഈ കലണ്ടർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എൻ്റർ ആവുകയാണ്. ഇന്നത്തോടുകൂടി US ഇറാൻ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ട് 100 ദിവസങ്ങൾ പിന്നിടുകയും ചെയ്യും. കഴിഞ്ഞ വീക്കെൻഡില് വീണ്ടും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മോശമാകുന്ന നടപടികൾ ഇരുകൂട്ടരുടെ ഭാഗത്തു നിന്നും പല മാധ്യമങ്ങൾ വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മോഷിൻ നഖ്വി ഇറാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പീസ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ നടത്തുവാനായിട്ട്. എന്നാൽ അതേസമയം US പ്രസിഡന്റ് ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നത് ഒരു ഡീലിനായിട്ട് അവർ സമ്മതിച്ചെന്നും ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയെന്നുള്ള അവകാശവാദമാണ് ട്രംപ് ഉന്നയിക്കുന്നതും. കൂടാതെ സമാധാന കരാറിൽ എത്തുന്നതുവരെ ഇറാന്റെ ആസ്തികൾ മരവിപ്പിക്കുന്നത് തുടരുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ട്രംപിന്റെ ഈ അവകാശവാദങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ഏപ്രിലെ ആദ്യ ആഴ്ചയില് സീസ് ഫയർ നിലവിൽ വന്നതിന് ശേഷം ഇതാദ്യമായിട്ട് ഇറാൻ വീണ്ടും ഇസ്രായേലിനെതിരെ ഇന്നലെ രാത്രി മിസൈലുകൾ അയച്ചുള്ള ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ട്സ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ഇനി വരാൻ പോകുന്ന ഡെവലപ്മെന്റ്സുകൾ നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം US-ൽ നിന്നും സ്ട്രോങ് ആയിട്ട് വന്ന ജോബ് റിപ്പോർട്ടിനെ തുടർന്ന് വരുന്ന 16-17 തീയതികൾ നടക്കുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഒരുപക്ഷെ ഫെഡ് നടപ്പിലാക്കാമെന്നുള്ള റിപ്പോർട്ട്സ് വരികയും ചെയ്തു. ഇതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച US മാർക്കറ്റ് ശക്തമായി ഇടിവ് നേരിട്ടതും. എങ്കിൽ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഫെഡ് നിരക്ക് വർധനവ് തെറ്റാണെന്നുള്ള അഭിപ്രായമാണ് പങ്കുവയ്ക്കുകയും ചെയ്തത്. വീണ്ടും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണമെന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതും. അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന US ഫെഡ് പോളിസിയെ കുറിച്ചുള്ള ആശങ്കകൾ മാർക്കറ്റിനെ ഒരുപക്ഷെ ഉലയ്ക്കാനും സാധ്യതകൾ ഏറെയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും സ്പോട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് 23,100, 23,000 എന്നീ ലെവലുകൾ ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ ആണ്. ആയതിനാൽ തന്നെ ഈ ലെവലുകൾ ഇന്ന് നിഫ്റ്റിക്ക് അതിശക്തമായി തന്നെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 22,700 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 22,700 എന്ന ലെവലും നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് താഴേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം നോക്കി കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ സൈക്കോളജിക്കൽ ലെവലായ 23,500 എന്ന ലെവലിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. ഈ ലെവലും ശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് 23,700 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അപ്പർ സൈഡിലേക്ക് ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ലെവൽ കൂടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഡൊമസ്റ്റിക്കിലെയോ ഗ്ലോബലിയോ പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. വെള്ളിയാഴ്ചത്തെ മോണിറ്ററി പോളിസിയിൽ RBI ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിർത്തിയെങ്കിലും ഇൻഫ്ലേഷനുള്ള വർധനവിന്റെ സൂചനകൾ നൽകിയതിനെ തുടർന്നും ഗ്രോത്ത് ഫോർകാസ്റ്റ് വെട്ടിക്കുറച്ചതിന്റെ ഫലമായിട്ടും ഹൈ വോൾട്ടാലിറ്റിയോട് കൂടിയിട്ടുള്ള റേഞ്ച് ബൗണ്ട് ട്രേഡിംഗിന് ശേഷം നേരിയ നഷ്ടത്തോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചയും 8,776.25 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വീണ്ടും സെല്ലിംഗ് ശക്തമാക്കുകയാണ് ചെയ്തത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 9,133.57 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 0.25% നേട്ടത്തോടുകൂടിയും ഡോക്ടർ റെഡ്ഡീസിന് ഫ്ലാറ്റ് ആയിട്ടും വിപ്രോ ADRന് 1.5% നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ HDFC ബാങ്ക് ADRന് 2.5%-ലേറെയും ICICI ബാങ്ക് ADRന് 0.5%-ലേറെയും ഇൻഫോസിസിന് 1.25%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ വെള്ളിയാഴ്ച US-ൽ നിന്ന് വന്ന സ്ട്രോങ് ആയിട്ടുള്ള ജോബ് ഡാറ്റയെ തുടർന്ന് വരാനിരിക്കുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്താനുള്ള സാധ്യതകൾ ശക്തമായതിനെ തുടർന്ന് US മാർക്കറ്റുകൾക്ക് 2025 ഒക്ടോബറിന് ശേഷമുള്ള സിംഗിൾ ഡേയിലെ ഏറ്റവും വലിയ ഇടിവാണ് നേരിടേണ്ടതായിട്ടും വരികയും ചെയ്തത്. തൽഫലമായി S&P 500-ന് 2.64%-യും നാസ്ഡാക്കിന് 4.2%-യും ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചറും ശക്തമായ ഇടിവ് നേരിടുകയുണ്ടായി. കൂടാതെ ഇന്ന് രാവിലെ വീണ്ടും വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ
ഡോ ജോൺസ് ഫ്യൂച്ചറിലുള്ള ഇടിവ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റിന് 0.5% ജർമ്മൻ മാർക്കറ്റിന് 0.25% ഇടിവും രേഖപ്പെടുത്തുകയും ചെയ്തു. ഗിഫ്റ്റ് നിഫ്റ്റിയിലും വലിയ ഇടിവ് തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 3.25%, കൊറിയൻ മാർക്കറ്റ് 6.25% നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 2.25% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ $2.22 ഉയർച്ചയോടുകൂടി $95.29 എത്തിച്ചേർന്നപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില $2 മുകളിൽ ഉയർച്ചയോടുകൂടി $92.58 എത്തിച്ചേർന്നു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം സ്വർണത്തിന്റെ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ 0.5% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. $4,342.55 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 0.7 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മാക്സ് പെയിൻ 23,450 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നതും. എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഒത്തിരിയേറെ ദിവസങ്ങളായിട്ട് നിഫ്റ്റി അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ച് തുടരുന്നതും. RSIയിലും വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 40 എന്ന പ്രിഫറൻഷ്യൽ ലൈനിന്റെ താഴേക്കും പതിക്കുകയും ചെയ്തു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്ക് 23,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 23,050 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. എങ്കിലും ഇന്ന് തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ മാറി മറിയാനുള്ള സാധ്യതകളാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി എന്റർപ്രൈസസ് SBI മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കിൽ 1.27% ഷെയറുകൾ വാങ്ങി. എന്നാൽ അതേസമയം JQG പാർട്ട്ണർമാരിൽ നിന്ന് അദാനി എനർജി സൊല്യൂഷൻസിലെ 958 കോടി രൂപ അധിക ഓഹരികളും വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. SBI മ്യൂച്വൽ ഫണ്ട് തന്നെ. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ 2026 ജൂണിൽ തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് 1.05 ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ കമ്പനി ശനിയാഴ്ച പ്രഖ്യാപിച്ചു. TVS മോട്ടോർ പ്രീമിയം റീറ്റെയിൽ ചാനലായ TVS പഡോക്കിന് കമ്പനി തുടക്കം കുറിച്ചു. ഇനി മുതൽ കമ്പനിയുടെ പ്രീമിയം ബൈക്സ് ഈ ചാനൽ വഴിയേ ലഭ്യമാവുകയുമുള്ളൂ കസ്റ്റമേഴ്സിന്. റെയിൽവേ സ്റ്റോക്സ് പശ്ചിമ ബംഗാളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി റെയിൽവേ 1 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്നുള്ള പ്രഖ്യാപനം ശനിയാഴ്ച റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റോക്കുകൾ ഒരുപക്ഷെ ശ്രദ്ധ ആകർഷിച്ചേക്കാം. യെസ് ബാങ്ക് മഹാരാഷ്ട്ര GST വകുപ്പിൽ നിന്ന് 2017 ജൂലൈ മുതൽ 2018 ജൂൺ വരെയുള്ള കാലയളവിലേക്ക് 63 കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. സി എന്റർടൈൻമെന്റ് ജൂൺ 10 ഇക്വിറ്റി വഴി ഫണ്ട് സമാഹരിക്കുന്നത് പരിഗണിക്കുവാനായിട്ട് കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. BHEL സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ശരാശരി വാർഷിക നികുതി കഴിഞ്ഞുള്ള ലാഭം 5,000 കോടി രൂപയിൽ കൂടുതൽ നിലനിർത്തണമെന്ന ആവശ്യകത പാലിക്കുന്നതിൽ BHELലും സെയിലും പരാജയപ്പെട്ടതിനെ തുടർന്ന് കമ്പനികളുടെ മഹാരത്ന പദവി നഷ്ടപ്പെട്ടേക്കാമെന്ന് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് ഉത്തർപ്രദേശിൽ 4,970.99 കോടി രൂപയുടെ ഒരു പ്രൊജക്ടിന്റെ പ്രൊവിഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് ലഭിച്ചു. EMS ഏകദേശം 102.8 കോടി രൂപ മൂല്യം വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് UP ജൽ നിഗത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ലേലക്കാരനായിട്ട് കമ്പനിയെ പ്രഖ്യാപിച്ചു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.